സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് മെമ്പർ പ്രഭാകരൻ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. തോക്കിനും ലാത്തിക്കുമല്ല, പീരങ്കിക്കും ബോംബിനും വരെ കീഴടങ്ങാത്ത ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ പൊന്നോമനയായ ചക്കരക്കുടമായ മെമ്പർ പ്രഭാകരന്റെ സമരത്തിന് നിങ്ങളുടെ എവരുടെയും മുഴുവൻ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് സമരനായകൻ PK പ്രഭാകരന് കൈമാറുകയാണ്. തെളിച്ചു പറ. ഓ, മുദ്രാവാക്യം വിളിക്കാനാ? ഇൻകുലാബ് സിന്ദാബാദ്. കള്ളം പേരെടുത്ത് വിളിക്കാൻ. PK പ്രഭാകരൻ സിന്ദാബാദ്. PK പ്രഭാകരൻ സിന്ദാബാദ്. പിന്നെ തെളിച്ചു പറ. അത്രേ ഉള്ള. പ്രിയമുള്ളവരെ, പുള്ളി നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പിന്നെ തെളിച്ചു പറ. എനിക്ക് പിടി കിട്ടിയില്ല. കുറച്ച് മണ്ണ് പറ്റി ഓഹോ, അതായിരുന്നു സംഭവം. നേരത്തെ പറയണ്ട, മൈക്കിലായി പോയി. എന്നാ പിടി. മണ്ണ് മരുത. ക്ലിയർ ആയല്ലോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. പിന്നെന്തിനാ മൈക്ക് വാങ്ങിയത്? എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കായലും പുഴയും നികത്തി വൻകിട റിസോർട്ടുകൾ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം പിൻവലിക്കുന്നത് വരെ ഈ കുഴിയിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതെന്തോന്നു? തെളിച്ചു പറയാം അങ്ങോട്ട്. എനിക്ക് പ്രവേട്ടനോട് കാര്യം പറയാം. അന്തസ്സായിട്ട് മരിക്കാൻ കുഴി കിടക്കുമ്പോഴാണ് നീ ഒന്ന് കാശ് ചോദിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ. നീ ഒരു മണ്ടത്തരം പറയാൻ നിൽക്കണ്ടാന്ന്. ഒന്ന് കൂടുമാവൂ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യമല്ലേ. വിപ്ലവം വരാൻ പാട്ട് പോലെ രഘു. തോക്ക് തന്നെ വേണം. വിപ്ലവകാരി ജലത്തിലെ മത്സ്യം പോലെയാണ്, അല്ലാതെ മണ്ണിലെ കുഴിയട്ടയല്ല. ദേവി, ഒരു മാവോ. വളരെ വിചിത്രമായ ഒരു സമരരീതിക്ക് ഇന്ന് കേരളത്തിലെ തോന്നൂർക്കര ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചു. കായൽ നികത്തി ടൂറിസ്റ്റ് റിസോർട്ട് പണിയുവാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തെ മെമ്പർ പ്രഭാകരൻ കഴുത്തറ്റം മണലിലിറങ്ങി നിന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തിയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ നാടിന്റെ ജീവരക്തമായ പുഴയും കായലും സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് ലഭിക്കുന്നത് ശ്വാസം മുട്ടിയുള്ള മരണമാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. മഹാത്മാഗാന്ധി കി ജയ്. വല്ല മൂർഖം പാമ്പം വന്ന് കൊത്തിയിരുന്ന അവൻ ആ കുഴി കിടന്ന് ചത്തോളുമായിരുന്നു. അതത്ര എളുപ്പമല്ലേ എളയപ്പ? അവനാണെന്ന് മനസ്സിലായ പാമ്പ് വന്ദേ മാതരം എന്ന് പറഞ്ഞ അതുപോലെ എഴഞ്ഞങ്ങ് തിരിച്ചു പോകും. ഒരു നാട് മുഴുവൻ അവന്റെ കൂടെ ഉണ്ട്. നീ ഇപ്പൊ അവന്റെ കൂടാണോ എന്റെ കൂടാണോ? എളയപ്പന്റെ കൂടെ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ TK പ്രേമദാസൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കളുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു കാര്യത്തിലാണ് തോന്നൂർക്കര പഞ്ചായത്ത് അധികൃതർ ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇങ്ങനെയൊരു നീക്കമുണ്ടായ കാര്യം ഇപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കായലും പുഴയും നികത്തി ഒരു പദ്ധതി നടപ്പാക്കുന്ന കാര്യം സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അന്വേഷണ നടപടിയെടുക്കും. ഈ വിഷയത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ നമ്മൾ വിവരം അറിയുന്ന തോന്നുന്നത്. ഒഴഞ്ഞല്ലോ. ഹലോ, ഉണ്ട്, കൊടുക്കാം. വിവരം അറിയുന്ന ഉറപ്പായ മന്ത്രിയാ. മന്ത്രി നമസ്കാരം, പ്രസിഡന്റ് അന്നേ. ശരി, ഇപ്പൊ തന്നെ പോയി പറഞ്ഞോളാം. മന്ത്രി എന്ത് പറഞ്ഞു? പദ്ധതി പിൻവലിച്ചു അവിടെ ചെന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിക്കണം. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തായത് ജ്ഞാനനാണെന്ന്. അത്രേ ഉള്ളോ? കഷ്ടമായി പോയി. മന്ത്രി ആയതുകൊണ്ട് ഒരു തന്തയ്ക്ക് വിളി ഞാൻ പ്രതീക്ഷിച്ചു. ഇത് ഞാൻ എങ്ങനെ അവിടെ ചെന്ന് പറയും? ചുമ്മാ പോയി പറയണം പ്രസിഡന്റ്. നാളെ മേനോൻ സാർ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന മന്ത്രിയുമായി അദ്ദേഹം നേരിൽ കാണുന്നുണ്ട്. പുഴയും കായലും മാത്രമല്ല, ശബരിമല വനഭൂമി മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ മാലതി ഗ്രൂപ്പ് പല പല പ്രോജക്ടുകൾ തുടങ്ങാൻ പോവല്ലേ. പോയി പറയണം.
റിസോർട്ടിന്റെ കാര്യം അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ നടപ്പാക്കുന്നതല്ല. സന്തോഷായില്ലേ? പക്ഷെ അത് ഈ ചപ്പടാച്ചി സമരം കണ്ടിട്ടല്ല. ആലോചിച്ചു നോക്കിയപ്പോ എനിക്ക് വേദന തോന്നി. ഈ കായലില ഞാൻ കുളിച്ചും കളിച്ചും വളർന്നത്. എന്റെ അപ്പൻ മുങ്ങിച്ചത്തതും ഈ കായലില. എന്നിട്ടും ഞാൻ ഈ കായലിനെ വെറുത്തിട്ടില്ല. എന്താ കാരണം നിങ്ങൾക്കറിയോ? എന്റെ അമ്മച്ചി കക്കവാരി എന്നെ പോറ്റി വളർത്തിയത് ഈ കായലിൽ നിന്ന്. ഇത് നികത്ത് റിസോർട്ട് ഉണ്ടാക്കാൻ ഇപ്പൊ ഈ കുഴിയിലായ പ്രഭാകരൻ സമ്മതിച്ചാൽ പോലും പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഇവന്റെ കൂടെ നിങ്ങളല്ലാതെ ഈ വിട്ടിത്തത്തിന് ഇറങ്ങി തിരിക്കുവോ? കാര്യം എന്റെ പാർട്ടിയിലുള്ള ചിലരിതിന് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മയാണ് ഈ കായൽ. പ്രഭാകര, സമരം നിർത്തി കുഴിയിൽ എഴുന്നേറ്റ് പോടാ ചക്ക. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവറാച്ചന്റെ ത്യാഗനിർഭരമായ വെളിപ്പെടുത്തലിലൂടെ മെമ്പറുടെ സത്യാഗ്രഹ പ്രഹസനത്തിന് പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ടിവിയിൽ മുഖം കാണിക്കാനും പത്രത്തിൽ പേര് വരുത്താനും വേണ്ടി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ പരിപാടികൾ അവസാനിപ്പിച്ച് എല്ലാവരും അവറാച്ചനെ ജയ് വിളിച്ച് പിരിഞ്ഞു പോകേണ്ടതാണ്. അവറാച്ചനെ, ബഹുമാനപ്പെട്ട അവറാച്ചനെ, അതെ, എല്ലാരും പോയി എഴുന്നേറ്റ് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ തല പട്ടിയെടുത്തോണ്ട് പോകും. എന്നെ ഒന്ന് കേറ്റി തന്നിട്ട് പോടാ. ഉണ്ട്. സോറി, തിരക്കിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയി. അത്യാവശ്യം ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഉപകാരമായി അല്ലേ? എല്ലാരും കൂടെ കുഴിയിലിറക്കി നിർത്തിയിട്ട് പ്രൈവേറ്റിൽ എന്ത് ഗുണമുണ്ടായേ? ക്രെഡിറ്റ് മുഴുവൻ പ്രസിഡന്റ് കൊണ്ടുപോയില്ലേ? അങ്ങനെ പറയരുത്. മഹാത്മാഗാന്ധി ഉപ്പുകുറുക്കിയ സമരം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനൊന്നും അല്ലല്ലോ. ക്രെഡിറ്റിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ, അല്ലേ പ്രബേട്ട? കുഴി കിടന്നപ്പോ എന്റെ കൈ ഫ്രീ അല്ലായിരുന്നു, ഇപ്പോഴും ഫ്രീ അല്ല. അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചേനെ. പോട്ടെന്നെ, നീര് കക്കിയിട്ടുണ്ട്, അതുകൊണ്ടാ. നീ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ജനങ്ങള്. ആ സമയം വരെ നിനക്ക് സിന്ദാബാദ് വിളിച്ചവര് അവസാനമായപ്പോ മാറ്റി വിളിച്ചത് കേട്ടില്ലേ? ക്രെഡിറ്റ് ഒക്കെ ആരെങ്കിലും കൊണ്ടുപോട്ടെ മാഷേ. കായല് നികത്ത് റിസോർട്ട് കെട്ടിപ്പൊക്കുന്നത് ഇല്ലാണ്ടായില്ലേ? നമുക്കത് മതി. എന്നാലും പത്രത്തിൽ പേര് വരാൻ വേണ്ടി നീ ഓരോ കോപ്രായം കാണിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്താ ഇത്ര തെറ്റ്? ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ തോന്നും. ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇവനീ കാട്ടിക്കൂട്ടണത് ആ കവലെ പോയി കാണിച്ച വൈകിട്ടാവുമ്പോ 5-6 കിലോ അരിയെങ്കിലും വാങ്ങാനുള്ള കാശ് കിട്ടിയേനെ. അതെങ്ങനെ മേലനങ്ങാതെ വെട്ടി വിഴുങ്ങാനുള്ളതല്ല ഇവിടത്തെ പറമ്പിൽ ഉണ്ടാവണുണ്ടല്ലോ. അതെ, പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ പൊട്ടിമുളച്ചുണ്ടായതല്ല. നട്ടും നനച്ചും വളവിട്ടൊക്കെ നോക്കിക്കൊടുന്നത് ഞാൻ തന്നെയാ. 1-2 കൊല്ലമല്ല, കാലങ്ങളോളം. പ്രഭാകര, നീ കണക്ക് പറയാണല്ലേ? എന്നാ ഞാനും കുറച്ച് കണക്ക് പറയാം. എന്താ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കേൾക്കണോ നിനക്കത്? നമുക്ക് പോവാം മാഷെ. മാഷ് നിൽക്കണം. നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നില്ലേ മാഷേ? ഇവന്റെയൊക്കെ തരികടയ്ക്ക് കൂട്ടു നിൽക്കാതെ 4 വാക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ? സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് കണ്ടു നിൽക്കണ പോലെ ഇവന്റെയൊക്കെ കാട്ടിക്കൂട്ടല് കണ്ടു നിൽക്കാൻ ഒരു സുഖം, അല്ലേ മാഷേ? ഈ പ്രായത്തിൽ ഇനി മാഷക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. മാഷ് നടന്നോളൂ, നാളെ കാണാം. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ വാ. ചെല്ല്. രാമകൃഷ്ണനല്ല, കംസൻ. ആളുകൾ കേറി വരുമ്പോ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ പോവുക. അതിന് പകരത്ത് ഇതിവിടെ തുറക്കാനാ പരിപാടി. നല്ല ഭംഗിയല്ലേ? പ്രഭ എന്നും വിളക്ക് കൊളുത്തി തൊഴുന്ന ഫോട്ടോകളാണ് അതൊക്കെ. അതുകൊണ്ടെന്താ വടക്കേപ്പുറത്തെ ചായപ്പിൽ തുറച്ചത് തൊഴാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഒരാള് വന്ന് കേറുമ്പോഴത്തേക്ക് ഈ മഞ്ഞ പിടിച്ച ഫോട്ടോകളൊക്കെ ദുസ്സഗുണമാണെന്ന്. രമേശ, വേണ്ടമ്മേ, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കട്ടെ. അമ്മ വന്നേ. ഇതൊന്ന് പിടിച്ച്
എന്നാ പിന്നെ ഉടനെ മാറുകയല്ലേ നല്ലത്? അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നിനക്ക് അമ്മാവനെ തട്ടാൻ പ്ലാൻ ഉണ്ടോ? എനിക്കൊരു കടമുണ്ടടാ രാധയോട്. അപ്പൊ നീ അവളോടും കടം വാങ്ങിയോ? ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ ഒക്കെ തവളുണ്ട്. ഏതാണ്ട് ഒരു 3 വയസ്സ് പ്രായം. ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ. അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ്. ഇവരിപ്പോ ഈ ഊറ്റംകുളങ്ങ പാടത്തും പറമ്പത്തും ഒക്കെ അവളും ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, പക്ഷെ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. എന്നിട്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടുന്ന് പടിയിറങ്ങാൻ. അങ്ങനെ തോന്നിയ ആളുടെ കൂടെ ഒന്നും അവളെ ഇറക്കി വിടണ്ട. അവൾക്ക് അനുരൂപനായ തറവാടിയെ തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രഭാകര. ഇഷ്ടായില്ല? ആയില്ല? വേണ്ട വേണ്ട പ്രഭാകര. ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുക എന്തിന്? നാറ്റിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. നിന്റെ കാശിന് ഉറപ്പായിട്ട് തന്നേക്കാം, പ്ലീസ്. സമ്മതിച്ചു. പക്ഷെ പ്രഭേട്ട എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ടേക്ക്? ആദ്യം വണ്ടി കയറി. അല്ല, ഞാൻ വരാൻ. സുബ്ര കടയിൽ നോക്കിക്കൊള്ളേ. എന്താ പ്രഭേട്ട പറഞ്ഞതിലെന്തെങ്കിലും? ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ സ്ഥലവും ചുറ്റുപാടൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ എനിക്കിട്ട് 2 തരാൻ വേണ്ടി കൊണ്ടുവന്നു. എടാ പോത്തെ, രാധയെ കല്യാണം കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്ര വളഞ്ഞു പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ പ്രഭേട്ടനോട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ സന്തോഷം. ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ഞാൻ ബുക്ക് സ്റ്റാളിൽ വിടാം. വേണ്ട വേണ്ട, കോൾപ്പാടം കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, നീ വിട്ടോ.